ബിജെപിയുടെ ഇത്തരം പ്രസ്താവനകൾ അപലപനീയമാണ്. കാരണം നാട്ടിലെ ബിഷപ്പുമാരെയും കന്യാസ്ത്രീകളെയും വൈദിക പുരോഹിതന്മാരെയും ഒക്കെ ആക്ഷേപിക്കുകയും ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ടും ബിജെപി നടത്തുന്ന അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അവർ സഭാ മേലധ്യക്ഷന്മാരാണെങ്കിലും അവർക്കും ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. സഭാ മക്കളെ എങ്ങനെ നേരെ നയിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്താണ് പ്രതീക്ഷ? UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPM-ന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദ മാഷ് പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനതയെ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പൂർണ്ണമായ നിരീക്ഷണം, നിയന്ത്രണം ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. എത്ര സീറ്റ്? പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണത്തിൽ ഇത്തവണ ഒരു അപാകതയും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ്, മറ്റ് നേതാക്കൾ, അതോടൊപ്പം തന്നെ ആധുനികമായ മീഡിയ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തത്. അപ്പം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഐക്യവും യോജിപ്പും എല്ലാം UDF-ലും ഒരു കെട്ടുറപ്പുണ്ടായതുകൊണ്ട് നല്ല വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ ഈ ഭരണവിരുദ്ധ അതൊരു തരംഗമായിട്ട് തന്നെ പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണം, ഒരു പുതിയ ഗവൺമെൻറ് വരണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ താഴെ തലങ്ങളിൽ പ്രകടമായിരുന്നു. ഞാൻ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോവുകയും പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പൾസ് UDF-ന് അനുകൂലമായിരുന്നു. അത് എല്ലായിടത്തും ദൃശ്യമായിരുന്നു. അത് പിണറായിയോടുള്ളതായിരുന്നോ അതോ ഇടതുപക്ഷ സർക്കാരിനോടുള്ളതായിരുന്നോ? സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോടും. എത്ര സീറ്റ് വരെ? അല്ല, അങ്ങനെ സീറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വലിയ തരംഗം UDF-ന് അനുകൂലമായിട്ടുണ്ട്. 100 സീറ്റ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്ര വരെ പോകും എന്നുള്ളത് നമുക്ക് 4-ാം തീയതി കാത്തിരിക്കും. ഈ LDF-ന്റെ പരാജയത്തിൽ ഉത്തരവാദി ആരായിരിക്കും? അല്ല, അതൊക്കെ പറയാൻ സമയമുണ്ടല്ലോ. അല്ല, ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ബിഷപ്പുമാർക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ രൂക്ഷമായിട്ട് നിൽക്കുക തന്നെയാണ്. അവരതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. മാത്രമല്ല, കേസരിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ മലയാളികളായ പുരോഹിതന്മാരും കന്യാസ്ത്രീകളാണ് രാജ്യത്തെ മുഴുവൻ ഗൗരവമായി കാണേണ്ട. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തർക്കമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഹരിപ്പാട്ടൊക്കെ കൊടിവെച്ച കാറിൽ വന്നിറങ്ങുമോ? എല്ലാ കാറിലും ഉണ്ടാവുമല്ലേ? ഹാപ്പി വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. അല്ലേ, ഒരു വിഷു എന്ന് പറയുന്ന മലയാളിയുടെ ഒരു പുതുവർഷമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ എല്ലാ സംതൃപ്തിയോടെ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇത്. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ബിഹു, വൈശാഖി എന്ന പേരിലൊക്കെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ്. അപ്പം നമ്മുടെ ന്യൂ ഇയർ തുടങ്ങുന്നത് നാളെയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേരുന്നു. സംതൃപ്തിയോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ പുതിയ ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിന് വേണ്ടി